ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടീം റെഡിസ്. അപ്പോൾ നമ്മളിത് ഇന്നിപ്പോൾ ഇരിക്കണമെന്ന് പറയുമ്പോൾ മഹേന്ദ്ര B6 ഒരു വണ്ടിയുടെ അകത്താണ്. അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തൊരു വണ്ടിയും കൂടിയാണത്. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിരപ്പള്ളിക്ക് ജസ്റ്റ് ഒരു റൈഡ് പോയാണ്. അതായത് വണ്ടി നമുക്ക് മിനിഞ്ഞാന്ന് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതിരപ്പള്ളി വരെ നമ്മളൊന്ന് വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ളതാണ് ഇന്ന് നിങ്ങളോട് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യണത്. അപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ കറക്റ്റ് നിൽക്കണം എന്ന് പറയുമ്പോൾ അങ്കമാലി ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് ഓപ്ഷൻസ് തുണിക്കരയുടെ ഒക്കെ ഫ്രണ്ടിലാണ്. അരി അങ്ങോട്ട് ഒന്ന് കാണിച്ചു കൊടുത്തേ. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് ഫ്രണ്ടിലാണ്. നമ്മുടെ കിലോമീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിപ്പ് 0 ആക്കിയിട്ടേക്കാണ്ട്. ഇപ്പോൾ നമ്മുടെ കറണ്ട് ബാറ്ററി ചാർജ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് 51% മാത്രമാണ് ഇപ്പോൾ നിലവിൽ. നമുക്കൊന്ന് കാണിച്ചു കൊടുത്തേ. കാരണം 51% നമുക്കിപ്പോൾ ആകെ വണ്ടിയിൽ ചാർജ് ഉള്ളൂ. 229 കിലോമീറ്റർ ഓടും എന്നൊക്കെയാണ് ഇവർ പറഞ്ഞേക്കണത്. അപ്പോൾ നമുക്ക് അതിരപ്പള്ളി വരെ നമുക്കൊന്ന് പോയി നോക്കാം. നമ്മുടെ കാറിൽ ഇപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോൾ ഹെർലിൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഒരായി കൊടുത്തേക്ക്. പിന്നെ നിഖിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ക്യാമറ ഒക്കെ പിടിക്കണ ഹരി എന്ന് പറഞ്ഞ ആളാണ്. മൊത്തം 4 പേരായിട്ടാണ് നമ്മളിപ്പോൾ ഈ വണ്ടി ഓടിക്കണം എന്നിട്ടാ. മാത്രമല്ല നമ്മുടെ കൂട്ടത്തിൽ വേറെ ഒരു 3-4 പേരോടെ ഉണ്ട്. വേറെ കാറിന് പുറകെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് റൈഡ് ഇവിടുന്ന് പയ്യെ അങ്ങോട്ട് സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ ഈ വണ്ടിക്ക് നമുക്ക് കാര്യങ്ങൾ അധികം ഒന്നും അറിയാൻ പാടില്ല. ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ സെറ്റ് കാര്യങ്ങളൊക്കെ ഓൺ ആക്കി കഴിഞ്ഞാൽ അതിന് മാത്രം ഫീച്ചേഴ്സാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പോൾ ഈ വക മോഡ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, നമുക്കിതിൽ എന്തൊക്കെയാണ് മനസ്സിലായെന്നുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ പറയാൻ പോണത്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് ഗൈസ്. ഫസ്റ്റ് ഒരു കിടില സാധനം കാണിച്ചു തരാം. ഇപ്പോൾ ഓരോരോ കാറുകളൊക്കെ പോകുമ്പോൾ സൗണ്ട് നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് കേൾക്കണില്ലേ? അപ്പോൾ ഈ വണ്ടിയുടെ ഏറ്റവും ബെസ്റ്റ് ഫീച്ചറാണ് നോയ്സ് ക്യാൻസലേഷൻ മോഡ്. നമ്മളിത് ഗ്ലാസ് അങ്ങോട്ട് ഫുൾ അങ്ങോട്ട് മുകളിൽ നോക്കി കഴിഞ്ഞാൽ സൗണ്ട് കേട്ടോ 0 സൗണ്ട്. അതായത് ഏത് കാർ ഇനി പാസ് ചെയ്ത് പോയി കഴിഞ്ഞാലും നമ്മുടെ കാറിന്റെ ഉള്ളിലേക്ക് ഒരു തുള്ളി പോലും സൗണ്ട് കേൾക്കില്ല. ഈ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കണത് കാരണം നല്ല ബാക്കിൽ ഇരിക്കുന്ന ചങ്ങായിമാർ ഈ പറഞ്ഞ സീറ്റ് ബെൽറ്റ് ഇടാത്തതിന്റെ സൗണ്ടാണ്. അപ്പോൾ കണ്ടില്ലേ, ഈ പറഞ്ഞ ഇന്നോവയും തുടങ്ങിയുള്ള വണ്ടികളൊക്കെ പോണതാണെന്നുണ്ടെങ്കിൽ പോലും ഒരു തുള്ളി സൗണ്ട് പോലും ഇല്ല. നമ്മൾ ഗ്ലാസ് ചെറുതായിട്ട് ഒന്ന് താത്തി ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടത് ഫുൾ നോയ്സ് അകത്തോട്ട് കയറി തുടങ്ങി. കണ്ട ഇത്രയും നോയ്സ്, അതും ഹൈവേയിലാണ്. എല്ലാ വണ്ടിയും നല്ല സ്മൂത്ത് ആയിട്ട് റൈഡ് ചെയ്ത് പോയിട്ടാണ് നമുക്ക് ഈ ഒരു സൗണ്ട് കിട്ടുന്നത്. ഹോണിന്റെ സൗണ്ടോ കാര്യങ്ങളോ ഇത് ജസ്റ്റ് ഒന്ന് പൊക്കി കാണിച്ചു തരാം. എങ്ങനെയുണ്ട് സാധനം, പൊളി മൂഡ്. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കിടിലൻ ഫീച്ചർ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ ഈ ഗ്ലാസ്സില്ലേ, ഈ ഗ്ലാസ്സിലോട്ടൊന്ന് ഫോക്കസ് ചെയ്ത് നമ്മുടെ ഈ ഒരു മിറർ കേട്ടോ, നമുക്ക് ബാക്കിൽ നിന്ന് ഏതെങ്കിലും ഒരു കാറോ ബൈക്കോ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറി വരുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കാനുള്ള ജസ്റ്റ് ഒരു സിഗ്നലാണ് ആ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ മിററിന്റെ ഉള്ളിൽ ചെറിയൊരു യെല്ലോ കളറിൽ ഒരു സിമ്പിൾ വന്നത്. അതായത് ഒരു കാർ ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് വരുന്നുണ്ട്, നിങ്ങൾ റൈറ്റ് ട്രാക്ക് കട്ട് ചെയ്യരുത് എന്നുള്ളതാണ് ആ സിഗ്നൽ. നമ്മളിപ്പോൾ റൈറ്റ് ട്രാക്കിൽ കൂടെയാണ് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൂടി ആരെങ്കിലും ഓവർടേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ മിററിൽ നമുക്ക് അവരിത് കാണാൻ പറ്റും. ഗൈസ്, നമ്മളിത് ചെറിയൊരു ഉള്ളുവഴിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ കൂടെ അതിരപ്പള്ളിക്ക് പോകാനായിട്ട് ഒരു റൈഫൽ ലാലു എന്ന് പറഞ്ഞൊരു ഫ്രണ്ടും കൂടി ഉണ്ട്. അപ്പോൾ ആളെ നമ്മളിത് പിക്ക് ചെയ്യാൻ വേണ്ടി വരെയാണ്. ആളവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആളെയും കൂടി കയറ്റിയിട്ട് നമുക്ക് പോകാം. അപ്പോൾ വണ്ടിയുടെ അകത്ത് 5 പേരായി. അപ്പോൾ 5 പേരുടെ വെയിറ്റ് ഒക്കെ കയറിയിട്ടാണ് നമ്മളിപ്പോൾ ഈ പോണത്. അപ്പോൾ നമുക്കിത് ആളെ ഒന്ന് കയറ്റിയേക്കാം. ഹലോ ഗൈസ്, നമുക്കത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, നമുക്ക് ഒരു കാറും കൂടി നമ്മുടെ കൂടെ വരാനുണ്ട്. അവരൊരു കുറച്ച് പുറകേലാണ്. അപ്പോൾ അവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് ആ നേരം കൊണ്ട് നമുക്ക് ഇതിൻ്റെ സ്ക്രീനിൻ്റെ അകത്തുള്ള സെറ്റിങ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഉണ്ടല്ലേ, ഇത് ഏകദേശം എനിക്ക് തോന്നുന്നത് ഡ്രൈവർ സ്ക്രീൻ അല്ലാതെ ഈ പാസഞ്ചർ സ്ക്രീൻ ഏകദേശം ഒരു 12 ഇഞ്ച് 14 ഇഞ്ച് വരെയൊക്കെയാണ് നമുക്ക് ആ ഒരു സ്പേസ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. കണ്ടില്ല, ആപ്ലിക്കേഷൻസിൻ്റെ അകത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ഓൾ ആപ്ലിക്കേഷൻസ് ഒരുപാട് ഫീച്ചേഴ്സ്. അതായത് 360 ക്യാമറ കാര്യങ്ങൾ, നമ്മുടെ വണ്ടിയുടെ ഫുൾ ക്യാമറ, നമുക്ക് ഈ പറഞ്ഞ ഓട്ടോ പാർക്കിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് പോണ വഴിക്ക് കാണിച്ചു തരാം. നമ്മുടെ കൂടെ ഉള്ള വണ്ടി വന്നിട്ടുണ്ട്, പോണതാണ് ഡസ്റ്റർ. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു 5-6 പേരും കൂടി ഉണ്ട്. നമ്മൾ ഒരുമിച്ചാണ് അതിരപ്പള്ളിക്ക് റൈഡ് പോണത്. അപ്പോൾ നമുക്കിത് ബാക്കി ഈ പറഞ്ഞ സ്ക്രീനിലുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഗൈസ്, എനിക്ക് പറയാനുള്ള ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ജസ്റ്റ് 2 ദിവസം മാത്രമായിട്ടുള്ളൂ. ഈ 2 ദിവസം കൊണ്ട് നമ്മളിപ്പോൾ തന്നെ ഏകദേശം ഒരു 300 കിലോമീറ്ററിന് മുകളിൽ നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു 300 കിലോമീറ്ററിൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നതാണ്, ഈ വണ്ടിയിൽ നിങ്ങൾ ചിന്തിക്കാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ ഒട്ടും ചിന്തിക്കാത്ത കിഡിലും കുറേ അന്യായമായ ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു ഫ്യൂച്ചറിസ്റ്റിക് കാറിൻ്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിലാണ് ഇപ്പോൾ ഈ വണ്ടി നിൽക്കുന്നത്. അപ്പോൾ നമുക്കത് ബാക്കി കാര്യങ്ങൾ നമുക്ക് പയ്യെ പറഞ്ഞു പോവാം. അപ്പോൾ സ്ക്രീനിലോട്ട് പോവാം. നമുക്ക് സ്ക്രീനിൻ്റെ അകത്ത് എന്തൊക്കെ സെറ്റിങ്സ് ഉണ്ടെന്നുള്ളത് നമുക്ക് പയ്യെ കാണിച്ചു തരാം. ഗൈസ്, നമ്മുടെ ഈ സെറ്റിൻ്റെ അകത്ത് ഒരുപാട് ആപ്ലിക്കേഷൻസ് കിടപ്പുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൺ ആൻഡ് വർക്ക് എന്നുള്ള സെറ്റപ്പാണ്.
ആൻഡ് ഇത് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇതിൻ്റെ അത് യൂട്യൂബ്, ആമസോൺ പ്രൈം, ജിയോ ഹോട്ട്സ്റ്റാർ, യൂട്യൂബ് ഫോർ കിഡ്സ്, സൺ നെക്സ്റ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് ഇതിൻ്റെ അകത്ത്, ഇൻക്ലൂഡിങ് ആമസോൺ, ഫ്ലിപ്കാർട്ട് വരെ നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. പർച്ചേസ് വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാം. വാട്സപ്പ് ഉണ്ട്, മെസ്സഞ്ചർ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ വരും. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ നമുക്ക് യൂട്യൂബ് ഒന്ന് എടുത്ത് കാണിച്ചാൽ, നമ്മുടെ കാറിൻ്റെ അകത്ത് ഒരു ഇൻബിൽഡ് സിമ്മ് കാര്യങ്ങളൊക്കെ കിടക്കുന്നത് തന്നെ നമുക്ക് യൂട്യൂബ് കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ തന്നെ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം നമ്മൾ യൂട്യൂബിൻ്റെ അകത്ത് നമ്മൾ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു സംഭവം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. യൂട്യൂബ് തുടങ്ങിയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഏറ്റവും ബെസ്റ്റ് ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് കുട്ടികളൊക്കെ ആയിട്ട് നമുക്ക് പോകണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഗെയിംസ് മോഡ് ഉണ്ട്. അതിൻ്റെ അകത്ത് 1Play നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കണ്ടില്ലേ, നമുക്ക് ഈ പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഗെയിംസും നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടും. നമ്മൾ പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് ലോഗിൻ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ എന്തെങ്കിലും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗെയിംസ് എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഗെയിം ലോഡിംഗ് ആണ്, കണ്ടില്ല? ഗെയിം ഓൺ ആയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് സംഭവം എന്ന് നമുക്കറിയില്ല. പ്ലേ കണ്ടില്ലേ? സിമ്പിളായിട്ട് നമ്മൾ ആ ഗെയിം ജയിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതേപോലെ ഗെയിംസ്, നമുക്ക് ഒരുപാട് ഗെയിംസ് ഇതിൻ്റെ അകത്ത് വന്നിട്ടാ. പിന്നെ ഇതിൽ പറയാനുള്ള വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം നല്ല പ്രൊഫഷണൽ ആയിട്ട് ഗെയിമൊക്കെ കളിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പൈഡർമാൻ പോലത്തെ ഗെയിംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്ലൂടൂത്ത് സപ്പോർട്ടർ ആയിട്ടുള്ള കൂടി ജോയ്സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജോയ്സ്റ്റിക്ക് നമുക്ക് ഈ പറഞ്ഞ ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്യാം. നമുക്ക് ജോയ്സ്റ്റിക്കിലും നമുക്ക് ഈ പറഞ്ഞ ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി വേറെ ഫീച്ചർ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് എടുത്ത് പറയേണ്ട വേറെ മുകളിൽ നോട്ടിഫിക്കേഷൻ ബാർ കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിൽ ഹോട്ട്സ്പോട്ട്, ബ്രൈറ്റ്നസ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ കൺട്രോൾസ് ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നത് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷനിൽ പോയെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൺ കണക്ട് ചെയ്തിട്ടേക്കുന്നുണ്ട്. ഫോൺ കണക്ട് തുടങ്ങിയുള്ള സാധനങ്ങൾ ഇതിപ്പോൾ മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റിൻ്റെ അകത്തുള്ള സംഭവങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം വരുന്നത്. അതിപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യാനൊക്കെയാണെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വെഹിക്കിൾ ആപ്സിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വണ്ടി സംബന്ധിച്ച് ആവശ്യമായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതിൽ ഈ മൈ വെഹിക്കിളിൻ്റെ അകത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഡ്രൈവ് മോഡിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഒരുപാട് മോഡ്സ് തന്നെ ഉണ്ട്. ഡിഫോൾട്ട് മോഡ്, റേഞ്ച് മോഡ്, അതുപോലെ തന്നെ എവരി ഡേ മോഡ്, ഇത് റേസ് മോഡ്. ഈ റേസ് മോഡൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെകുത്താൻ്റെ സാധനമാണിത്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരും. ഇത് ഒരു 1.5 ഫീച്ചറാണ്. ഇത് ഒട്ടും മിസ് ചെയ്തിട്ട് ഈ ഒരു സംഭവം. അപ്പം നമുക്ക് നല്ലൊരു റോഡ് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ചെകുത്താൻ്റെ മോഡ് നമുക്ക് ഓണാക്കി ഇടാൻ പറ്റുള്ളൂ. അതുപോലെ സ്റ്റാർട്ട്. അതുപോലെ തന്നെ ഇന്റീരിയർ കണ്ടില്ല, നമ്മൾ ഈ പറഞ്ഞ അയൺമാൻ്റെ ഒരു സ്യൂട്ട് ഇട്ടേക്കണ പോലെയാണ് ഈ കാറിനകത്ത് കയറി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. നമ്മളിതൊക്കെ പഠിച്ചു തന്നെ ഉള്ളൂ. ഇപ്പോൾ ആംബിയൻസ് ലൈറ്റിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ കുറച്ച് ഇരുട്ടായി കഴിഞ്ഞാലാണ് നമുക്കത് കറക്റ്റ് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെയൊക്കെ ചെറിയ രീതിയിലൊരു ഗ്രീൻ കളറിലെ ലൈറ്റൊക്കെ, അത് നമ്മൾ മൺസൂൺ മോഡ് ഓണാക്കി ഇട്ടേക്കണോണ്ടാണ്. നമ്മൾ ഈ പറഞ്ഞോണം ഓട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് റെഡ് കളറായി കണ്ടില്ലേ. അതുപോലെ തന്നെ ഇവിടെ ഈ കളർ ചേഞ്ച് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഡ്രൈവ് മോഡ് അങ്ങനെ തുടങ്ങിയുള്ള സ്പ്രിംഗ് മോഡ്, ഇവിടെ കളർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഈ കാറിൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് ആംബിയൻസും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പോവാം. എക്സ്റ്റീരിയർ, നമ്മുടെ കാറിൻ്റെ പുറം ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലൈറ്റ്സ് ആയിക്കോട്ടെ, സെക്യൂരിറ്റി സിസ്റ്റം ആയിക്കോട്ടെ, മിററിലായിക്കോട്ടെ, ടയേഴ്സിലായിക്കോട്ടെ, എയർ പ്രഷർ കാര്യങ്ങളൊക്കെ തുടങ്ങി അറിയാനായിട്ട് എല്ലാ ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ കാറിൻ്റെ AC വന്നത്. ഇത് AC കൂളിംഗ് സിസ്റ്റത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ഇത് ഫുൾ സ്ക്രീനിലോട്ട് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ കണ്ടില്ലേ, അതായത് റൈഡറിൻ്റെ സീറ്റും അതുപോലെ തന്നെ അടുത്തിരിക്കുന്ന ആളുടെ സീറ്റുമാണ് ഈ രണ്ടും കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് AC കൂട്ടിയിടുന്നതൊക്കെ ഈ പ്ലസ്സിലും അല്ലെങ്കിൽ ഒക്കെ മതി, കൂട്ടിയിടാൻ കുറച്ചിടാം. ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു കിഡിലെ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
AC നമുക്ക് കുറച്ചിടാട്ടെ, ജസ്റ്റ് വണ്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട നല്ലൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എല്ലാ കാറുകളിലും ഉണ്ട്, എന്നാൽ പോലും അറിയാത്തവർക്ക് വേണ്ടി പറയാനാണ്. നമ്മൾ അത്യാവശ്യം ലോങ് ഒക്കെ ട്രാവൽ ചെയ്യുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഒരുപാട് നേരം ഈ റെക്സിൻ സീറ്റ് ആയതുകൊണ്ട് തന്നെ കുറേ നേരം ചാരി ഇരിക്കുമ്പോൾ നമ്മുടെ പുറമൊക്കെ നല്ല രീതിയിൽ വേർക്കും. ആ ടൈമിൽ ഈ AC അങ്ങോട്ട് സീറ്റിലേക്ക് ഓൺ ആക്കിയിട്ട് എന്ത് പറ്റും, നമ്മുടെ സീറ്റിന്റെ ഉള്ളിൽ നിന്നും ഒരു എയർ വെന്റിലേഷൻ പുറത്തോട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് പുറമൊക്കെ നല്ല കൂളിംഗ് ആയിരിക്കും, ഇരിക്കുന്ന സ്ഥലത്തും നല്ല കൂളിംഗ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഗ്ലാസ്സിലൊക്കെ ഫോഗ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഡീഫോഗ് ചെയ്യാനുള്ള ഫീച്ചേഴ്സൊക്കെ ഇനി കാണുന്നതെല്ലാം. അതുപോലെ തന്നെ പിന്നെ വേറെ ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, എല്ലാം കൂടിയും പറയലെങ്ങനെയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ക്ലൈമറ്റ്, എനർജി, മീഡിയ അങ്ങനെ തുടങ്ങിയുള്ള സെറ്റിങ്സിൻ്റെ അകത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. ഡിസ്പ്ലേ സെറ്റിങ്സിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ, ഓഡിയോ സെറ്റിങ്സ്, എക്സാമ്പിൾ നമ്മുടെ സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ, സൗണ്ടിൽ എന്തെങ്കിലും കൂടുതലോ കുറയ്ക്കണമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാക്ക് സൗണ്ട് എക്സ്പീരിയൻസ്, നമുക്ക് എങ്ങനത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടതെന്നുള്ളത്. നമ്മൾ ഇതിൻ്റെ അകത്ത് കാറിൽ എന്തെങ്കിലുമൊക്കെ ഓഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വേണം, ഒരു ഹോളിൽ ഇരിക്കുന്ന സെറ്റപ്പ് വേണോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേഡിയത്തിൽ ഇരിക്കണ പോലെ വേണോ, അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കാം. നമ്മൾ പ്രീമിയം മോഡാണ് ഇപ്പോൾ ഇതിലിട്ട് കൊടുത്തേക്കുന്നത്. എത്രത്തോളം വർക്കിംഗ് ആണെന്ന് നമുക്കറിയില്ല, നമ്മളും കാറ് പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഓക്കെ, വേറൊരു ഫീച്ചറും കൂടി ഉണ്ട്. അതായത് നമുക്ക് ഈ പറഞ്ഞോണം, ഈ കാറിൻ്റെ അകത്തുള്ള ഓഡിയോ നേരത്തെ ഞാൻ കാണിച്ചു തന്നു. കാറിൻ്റെ അകത്തുള്ള ഓഡിയോ നമുക്കറിയാം, ഇലക്ട്രിക് കാർ ആയതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് എഞ്ചിനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിക്ക് തീരെ നോയ്സ് ഇല്ല, ഫുൾ സൈലൻ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ വന്ന ടൈമിൽ നമുക്ക് കുറച്ച് സൗണ്ട് വേണമെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സോണിക് സ്യൂട്ട് എടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള സൗണ്ട് സെലക്ട് ചെയ്ത് തുറക്കാൻ പറ്റും. നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു റേസിംഗ് കാറിൻ്റെ ഒരു സൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സൗണ്ട് കാര്യങ്ങൾ, എവരിഡേ മോഡൽ സൗണ്ട്, അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ പ്ലേ ആക്കി കഴിഞ്ഞാൽ പോലും നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ഫോണിൻ്റെ സ്പീക്കറിൽ നമുക്ക് അത്രയും കാര്യമായിട്ട് അത് കിട്ടണില്ല. പക്ഷേ ഉള്ളിലിരിക്കണ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ആ ഒരു സൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കാറിൻ്റെ പുറത്താണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ചെറിയ ചെറിയ റോട്ടിൽ കൂടെയൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ചെറിയൊരു എരമ്പണ സൗണ്ട് നമുക്കത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രാഫിക്കിലൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ഹോൺ അടിക്കേണ്ട ആവശ്യം തീരെ വന്നില്ല. ആക്സലറേഷനിൽ കാല് കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി കാർ അതിനനുസരിച്ചുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്തത് വന്നതെന്ന് പറയുമ്പോൾ നമുക്കിതിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോളിലോട്ടാണ്. സ്റ്റിയറിങ്ങിനെ കുറിച്ച് കംപ്ലീറ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നിലവിൽ നമ്മളിത് ഏഴാറ്റുമുഖത്തിൻ്റെ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഏകദേശം ഒരു 17 കിലോമീറ്റർ നമ്മളിപ്പോൾ അങ്കമാലി ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിങ്ങോട്ട് ഓടിച്ചിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറും 4 മിനിറ്റ് ആയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ഡ്രൈവ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് ബാക്കി നിൽക്കണമെന്ന് പറയുമ്പോൾ 46% ആണ് ഇനി ബാക്കിയുള്ളത്. ഓക്കെ, 46% ആണ്. നമുക്ക് ഒന്ന് കാര്യം ഒന്ന് കാണിച്ചു കൊടുത്ത്. അല്ല, 46% ആണ്. അതുപോലെ തന്നെ ഇനിയും നമുക്ക് 206 കിലോമീറ്റർ കൂടി വണ്ടി ഓടുമെന്നാണ് അവർ കാണിക്കണം കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും റൈഡ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എല്ലാവരും കയറിയല്ലേ? പോയാലോ? ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശമൊക്കെ നമ്മളിത് അതിരപ്പള്ളിയിലോട്ടുള്ള സ്ഥലം എത്തി തുടങ്ങിയിട്ട് റോഡൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമുക്ക് അത്യാവശ്യം ഒരു 10 കിലോമീറ്റർ 12 കിലോമീറ്റർ മാക്സിമം സ്പീഡിലേക്ക് ഇനി വഴി പോകാൻ പറ്റുന്നുള്ളൂ. കാരണം അത്രയും കുണ്ടും കുഴി എന്ന് പറഞ്ഞ റോഡാണ്. അതവിടെ കണ്ടറിയാൻ പറ്റൊരു കാറൊക്കെ അവിടെ ആക്സിഡൻ്റ് ആയി കിടപ്പുണ്ട്. കുറേ വർഷങ്ങളായിട്ട് കിടക്കുന്ന കാറാണത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ സ്റ്റിയറിംഗ് വീൽ. അതായത് ഇതിൻ്റെ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നോർമലി നമ്മൾ കാണുന്ന കാറുകൾക്കൊക്കെ അത്യാവശ്യം നല്ല റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റിയറിംഗ് ആയിരിക്കും. പക്ഷെ ഇതിൽ ഇവർ യൂസ് ചെയ്തേക്കണമെന്ന് പറയുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ലൊരു സ്പോർട്സ് കാർ ലുക്കിലുള്ള സ്റ്റിയറിംഗ് വീലാണ് ഇതിൻ്റെ അത് യൂസ് ചെയ്തേക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഷേപ്പ് നമ്മൾ ഈ F1 കാർ റേസിങ്ങിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അതേമാതിരി ഉള്ളൊരു തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് ഒക്കെയാണ് ഇതിലുള്ളത് കേട്ടോ. മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഒരു പ്ലസ് മൈനസ് സിമ്പിളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പല ആൾക്കാരും നമ്മുടെ കാറിൽ കയറുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഇത് വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ളതാണോ എന്നാണ്. പക്ഷെ അല്ല, ഇത് റീജനറേഷൻ മോഡാണ് ഇതിലുള്ളത്. കാര്യം ഇത് നമുക്കറിയാം, ഇത് EV ആണ്, ബാറ്ററി കാറാണ്. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ആക്സലറേഷൻ കൊടുത്ത് പോകുന്ന സമയത്ത് നമ്മളിപ്പോൾ ആക്സലറേഷൻ റിലീസ് ചെയ്യാന്ന് വിചാരിക്കാം. അങ്ങനെ വന്ന സമയങ്ങളിൽ ഈ ആക്സലറേഷൻ ഇല്ലാതെ ഓടുമ്പോൾ നമ്മൾ ഈ പറഞ്ഞോണം ബാലൻസ് വന്ന ചാർജ് നമ്മുടെ ബാറ്ററിയിലോട്ട് തിരിച്ചു കയറുന്ന ഒരു സംവിധാനമാണിത്. അപ്പോൾ നമുക്ക് റീജനറേഷൻ്റെ പവർ കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഇതിൻ്റെ അത് പറ്റും. അങ്ങനെ ഒരുപാട് മോഡ്സ് വന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ റീജനറേഷൻ കൂട്ടുന്തോറും കുഴപ്പമെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്സലറേഷനിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് വണ്ടി സഡനായിട്ട് ബ്രേക്ക് അപ്ലൈ ആവണ പോലത്തെ ഒരു ഫീൽ നമുക്ക് ഇതിൻ്റെ അത് കിട്ടും. അപ്പോൾ റീജനറേഷൻ ആവശ്യമുള്ളവർ മാത്രം അത് ഓണാക്കിയിടാം. മാത്രമല്ല ഇതിൻ്റെ അത് വേറെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അത് വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള മോഡൊക്കെ ഇതിൻ്റെ അത് വന്നുണ്ട്. ഇവിടെയാണ് അത് വരുന്നത്. മാത്രമല്ല കണ്ട നമുക്ക് പാട്ട് കേൾക്കാം, കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റേഡിയോ ആണ് ഇപ്പോൾ ഇതിൽ ഓണായി കിടക്കുന്നത്. അതുപോലെ തന്നെ മ്യൂട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരുപാട് മോഡ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കോൾ എടുക്കലും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇവിടെയാണ്. ഹോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെൻറ്റർ പീസ് കംപ്ലീറ്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ സെൻറ്ററിലും എല്ലായിടത്തും ഹോണിനുള്ള ബട്ടൺ അവർ കൊടുത്തിട്ടുണ്ട്.
പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ റൈറ്റ് സൈഡിലെ കൺട്രോൾസിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് തന്നെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂയിസ് കൺട്രോൾ മോഡാണ്. ഇപ്പം മിക്കവാറും ഉള്ള എല്ലാ കാറുകൾക്കും ക്രൂയിസ് കൺട്രോൾ മോഡ് ഉണ്ട്. നമുക്ക് ഈ ഒരു റോട്ടിലൊന്നും നമുക്ക് ക്രൂയിസ് കൺട്രോൾ പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് ഹൈവേയിലോട്ട് കയറിയതിനു ശേഷം ഈ ഒരു ക്രൂയിസ് കൺട്രോൾ മോഡ്, അതുപോലെ തന്നെ ഈ താഴെ കാണുന്ന ഈ ഒരു ബട്ടൺ കണ്ട, ഇതാണ് ലൈൻ കീപ്പ് അസിസ്റ്റ്. അതൊക്കെ കിഡിലും ഫീച്ചറാണ്. ഒരു AI ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു സംഭവം. അപ്പോൾ ലൈൻ കീപ്പ് അസിസ്റ്റ് മോഡൊക്കെ നമുക്ക് ഹൈവേ കയറിയതിന് ശേഷം നമുക്ക് അതിൻ്റെ മോഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ കാറിൻ്റെ മെനു കാര്യങ്ങൾ തുടങ്ങിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഇടിമിന്നൽ അടിച്ചൊരു പടം. ഈ ഒരു ബട്ടൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓവർടേക്കിങ്ങിൽ ഏറ്റവും കിഡിലും ഫീച്ചറാണ്. നമ്മൾ ഈ ഒരു ബട്ടൺ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡത്തേക്ക് നമ്മുടെ വണ്ടിക്ക് ഒരു സ്പെഷ്യൽ പവർ അപ്ലൈ ആവും. അത് നമ്മുടെ മീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ റേസ് മോഡ്, അതായത് ആ ചെകുത്താൻ്റെ സംഭവം എന്ന് പറഞ്ഞില്ലേ, ആ ഒരു റേസ് മോഡൊക്കെ നമുക്ക് ഈ ഒരു ബട്ടണിൽ നമുക്ക് ജസ്റ്റ് ഒരു 10 സെക്കൻഡത്തേക്ക് അപ്ലൈ ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓവർടേക്കിംഗ് ഒക്കെ 1 സെക്കൻഡ് കൊണ്ട് നമുക്ക് പറന്നടിച്ച് കയറി പോവാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾസ് വരുന്നത്. ഇനി ഇതിൽ ഓട്ടോമാറ്റിക് സ്റ്റിയറിംഗ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് അടുത്തത് കാണിച്ചു തരാം. അവിടെ നമുക്ക് തൊട്ടടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിയറിംഗിന്റെ അത് വരുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു മോഡാണ്. കണ്ടില്ലേ, ഒരു ഷൂവിന്റെ ഒക്കെ പടം നമുക്ക് ഇതിന്റെ അകത്ത് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു മോഡിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടൺ ടാപ്പ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, 1 പെഡൽ ഡ്രൈവ് ഓൺ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഈ വണ്ടിയുടെ ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യം വന്നില്ല. അതായത് നമ്മളിപ്പോ ഈ ആക്സിലേറ്ററിൽ നമ്മൾ കാലങ്ങൾ എടുക്കേണ്ടതെങ്കിൽ ഓട്ടോമാറ്റിക് കണ്ടില്ലേ, വണ്ടിയാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ അങ്ങനെ ഓടിക്കുമ്പോഴുള്ള മെയിൻ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞോളം കാല് പൊക്കിയെടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ ചെറിയ ഓട്ടങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സ്ഥിരമായിട്ട് കണ്ടിന്യൂറ്റി ഒരുപാട് ലോങ് ഒക്കെ ഓടിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡ് ഒട്ട് സജസ്റ്റ് ചെയ്യാനുള്ള ഗൈസ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മുടെ സ്റ്റിയറിംഗ് വീലിൽ തന്നെ ഒരു ഫീച്ചറാണ് ഈ കാണുന്ന ഒരു ഇടിമിന്നലിന്റെ സിമ്പലുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഇടിമിന്നൽ ഫീച്ചർ തന്നെ. ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ വണ്ടിയും കൊണ്ട് അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു കാറിനെ ഓവർടേക്ക് ചെയ്യേണ്ട അവസ്ഥ വരില്ലേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ബൂസ്റ്റ് മോഡ് നമുക്ക് ഓൺ ആക്കിയിടാം. ഇപ്പൊ ഈ ഒരു ബട്ടൺ നമ്മൾ ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മീറ്ററിൽ പടമൊക്കെ മാറി നമുക്കൊരു 10 സെക്കൻഡ് നമുക്ക് മാക്സിമം സ്പീഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ വണ്ടിയുടെ. അപ്പൊ അതാണ് ഈ ഒരു ബൂസ്റ്റ് മോഡിന്റെ ഫീച്ചർ. കണ്ടില്ലേ, ഇതിന്റെ മീറ്ററിലെ ഡിസൈൻ കാര്യങ്ങളൊക്കെ മാറി കറക്റ്റ് 10 സെക്കൻഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഫീച്ചർ കട്ടാവുകയും ചെയ്യും. അപ്പോൾ ബൂസ്റ്റ് മോഡ് നമുക്ക് എപ്പോഴും ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റൂല, അതിനൊരു റീജനറേഷൻ അതിലും വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞോണം ഒരു 10 സെക്കൻഡ് ടൈമിന് മാത്രമായിരിക്കും നമുക്കത് കിട്ടുള്ളൂ. ഓവർടേക്കിങ്ങിന് മാത്രം യൂസ് ചെയ്യാനായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഗൈസ്. അതുപോലെ തന്നെ മഹേന്ദ്രയുടെ കമ്പനി ഈ ഒരു കാറിൽ ഏറ്റവും സ്പെഷ്യലായിട്ട് പറഞ്ഞേക്കുന്ന ഒരു സംഭവമാണ് ഈ കാറിന്റെ സ്പീക്കർ, അതായത് സ്പീക്കർ ക്വാളിറ്റി. അപ്പോൾ ഈ സൗണ്ട് സിസ്റ്റവും കാര്യങ്ങൾ സൗണ്ട് എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ഞാൻ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു മോഡൽ ഞാൻ പാട്ട് ചെയ്യാൻ വെച്ചുതരാം. ഇപ്പോൾ ഒരു സ്പീക്കർ ടെസ്റ്റിംഗ് വീഡിയോ ആയിക്കോട്ടെ. എൻ്റെ വോളിയം ഒന്ന് ഫുള്ളാക്കിയിട്ടെ. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ വീഡിയോ ഞാൻ പ്ലേ ചെയ്തതാണ്. നിങ്ങൾക്ക് ഇത് എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ മനസ്സിലാവും, അല്ലെങ്കിൽ വീഡിയോ കണ്ടാൽ മനസ്സിലാവുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. തിയേറ്ററിൻ്റെ അകത്തിരിക്കണ സെയിം ഫീലാണ് നമുക്ക്. ആ ഒരു ഹാർട്ടിലൊക്കെ കിട്ടണ ആ ഒരു ബീറ്റില്ല, അതുപോലെ അമ്മാതിരി അത്ര സൂപ്പറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് എക്സ്പീരിയൻസിൽ വേറൊരു കേസ് കൂടി ഉണ്ട്. കണ്ടില്ലേ, നമുക്ക് ഇതിൽ ഏത് മോഡാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സാണ് ഇത് സൗണ്ടിൽ മാത്രം കൊടുത്തേക്കണത്. അപ്പം നമുക്ക് ജസ്റ്റ് വേറൊരു വീഡിയോ ഇപ്പോൾ ഇതേപോലത്തെ ഒരു വീഡിയോ പ്ലേ ചെയ്യണമെങ്കിൽ
ചെയ്തത് ആരും ആയിക്കോട്ടെ ഒരു 100-ൽ 100 മാർക്ക്, ഒന്നൊന്നര സംഭവം. അപ്പൊ നമുക്കിനി ബാക്കി കുറച്ച് കിടിലൻ ഫീച്ചേഴ്സ് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. നമുക്ക് ആ ഒരു സംഭവം നമുക്ക് വണ്ടി ഓടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാട്ടെ ഗൈസ്. അടുത്തതായിട്ട് പറയേണ്ട അടിപൊളി ഒരു ഫീച്ചറാണ് ഈ ഒരു കൺസോള് മൊത്തത്തിൽ. അതിൽ തന്നെ ഏറ്റവും സൂപ്പർ എന്ന് പറയുന്നത് ഈ ഒരു ഗിയർ നോബാണ്. കണ്ടില്ലേ, ഇതിന്റെ ഗിയർ ലിവർ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. കാരണം ബാക്കിയുള്ള ഗിയർ നോബും അല്ല റൗണ്ട് ഷേപ്പിലൊന്നുമില്ല, ഇത് തന്നെ നമ്മുടെ കറക്റ്റ് നമ്മുടെ കൈയുടെ ആ ഒരു ഷേപ്പിൽ തന്നെ ഒരു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വന്ന മോഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ന്യൂട്രൽ, മുകളിലേക്ക് ഇടുമ്പോൾ റിവേഴ്സ് ഗിയർ, അതിന്റെ ഫ്രണ്ടിലേക്ക് ഇടുമ്പോൾ പാർക്കിംഗ് മോഡ്, ഏറ്റവും താഴത്താണ് ഡ്രൈവ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ വണ്ടിക്ക് നമുക്ക് ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞ സംഭവം വരുന്നില്ല. ഹാൻഡ് ബ്രേക്കിന് പകരമായിട്ട് നമ്മൾ എവിടെയാണോ വണ്ടി നിർത്തില്ലെന്ന് ഉദ്ദേശിക്കുന്നത് ആ ടൈമിൽ ജസ്റ്റ് ഈ സൈഡിലായിട്ട് ഒരു പി ബട്ടൺ ഉണ്ട്, പാർക്കിംഗ് മോഡ് ഉണ്ട്. ഈ ബട്ടൺ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 3 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഹാൻഡ് ബ്രേക്ക് മോഡിലോട്ട് ആയിക്കോളും. അതുപോലെ തന്നെ നേരത്തെ ഞാൻ കാണിച്ചു നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണത് സ്റ്റോപ്പ് ചെയ്യണതിൻ്റെ ഒക്കെ ബട്ടൺ ഇവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് കീ വെക്കാനുള്ള സ്പേസ്. അതുപോലെ തന്നെ ഇതൊരു ജോയിസ്റ്റിക്കാണ്, കണ്ടില്ല. നമുക്ക് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് നമുക്ക് ഈ ജോയിസ്റ്റിക്ക് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ എന്നുണ്ടെങ്കിൽ ഓരോ ബട്ടൺസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഈ പറഞ്ഞാൽ ജോയിസ്റ്റിക്ക് തിരിച്ച് ഓരോ കാര്യങ്ങളിലേക്കൊക്കെ നീക്കാം. കംപ്ലീറ്റ് കൺട്രോൾസ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരും. പിന്നെ അതുപോലെ തന്നെ AC കാര്യങ്ങൾ കൂട്ടാനും കുറയ്ക്കാനും വോളിയം കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഈ ഹോമിലേക്കൊക്കെ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് ഫീച്ചേഴ്സും ഈ ഒരു ജോയിസ്റ്റിക്ക് ഉപയോഗിച്ച് തന്നെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫോണിലൊക്കെ നമുക്ക് ഈ പറഞ്ഞോണം NFC ഒക്കെ സപ്പോർട്ട് ആവും. വയർലെസ് ചാർജിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോൺ ജസ്റ്റ് ഇവിടെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ വയർലെസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് 2 സ്പേസ് തന്നിട്ടുണ്ട് വയർലെസ് ചാർജിങ്ങിന്, ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു ബോട്ടിൽ ഹോൾഡറിന്റെ ഒരു ഓപ്ഷൻ കൂടി അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസോളിൽ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു മെയിൻ സെറ്റപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെലികോപ്റ്ററിന്റെ അകത്തിരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് ഈ വണ്ടിയുടെ ഉള്ളിലിരിക്കുമ്പോൾ കിട്ടുന്നത്. നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഇപ്പോൾ സെറ്റിംഗ്സ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞ സോണിക് സ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാറിന്റെ എക്സ്റ്റീരിയറും അതുപോലെ ഇന്റീരിയറിലും നമ്മൾ ആക്സലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ചുള്ള സൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മളിത് VA ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞൊരു മോഡ് എടുത്തേക്കണം. ആക്സലറേഷൻ കൊടുത്ത് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് റേസ് മോഡ് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ റേഞ്ച്, അങ്ങനെ ഒരുപാട് മോഡ്സ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഒരു VA ട്രിബ്യൂട്ട് തന്നെയാണ് എനിക്ക് കുറച്ചുകൂടി ഫേവറേറ്റ് ആയിട്ട് തോന്നിയത്. കണ്ടില്ല, അടിപൊളി ഫീച്ചർ ആയിരുന്നു. അപ്പൊ നമുക്ക് ഇപ്പൊ നിലവിൽ ഇപ്പൊ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം 32.9 കിലോമീറ്റർ നമ്മളിതിൽ ഓടിച്ചിട്ടുണ്ട്. ഏകദേശം 39 കിലോമീറ്റർ. അതിൽ തന്നെ ഏകദേശം 2 മണിക്കൂർ നമ്മളിപ്പോൾ ഈ കാറിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാർ ഓണാക്കി തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. കാരണം അങ്കമാലിയിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞോളം അതിരപ്പള്ളി ഒരു ആകെ 50 കിലോമീറ്ററിന് അടുത്തുള്ളൂ. പക്ഷെ എന്നാൽ പോലും എന്താ പറയുക, നമ്മൾ 2 മണിക്കൂറോളം നമ്മൾ കാറിൻ്റെ അകത്ത് വീഡിയോയുടെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പല സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്, പാട്ട് കേട്ടിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് ബാറ്ററി ചാർജ് കൂടുതൽ പോയി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിലവിലെ കണ്ടീഷനിൽ 40% ഇനി ചാർജ് ബാക്കിയുണ്ട്. നമ്മളവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് 50% എഴുതി, ഇപ്പോൾ 40 അതുപോലെ ഇനിയും 167 കിലോമീറ്റർ ഓടുമെന്ന് പറഞ്ഞാണ് ഇതിലേക്ക് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം.